ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് നേരെ സപ്ലൈകോയിലോട്ടാണ് ഇന്ന് പോകുന്നത്. സപ്ലൈകോയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് കുഞ്ഞിന് മുടിയൊക്കെ ഒന്ന് വെട്ടണം. അപ്പോൾ അതിനായിട്ട് ഇതേ വീട്ടിൽ നിന്ന് വൈകുന്നേരം ഒരു 4:30 ആയപ്പോൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാനൊരു അയൽക്കൂട്ടത്തിലുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് അയൽക്കൂട്ടം കൂടുന്നത്. അത് ഇടമറ്റത്താണ് കേട്ടോ, പാലായിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ടാണ് ഇന്നിരുന്നത്. പക്ഷേ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പിന്നെ ഇതേ സപ്ലൈകോയിലോട്ട് വന്നു. അപ്പോൾ ഈ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. മീറ്റ് മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിക്കാൻ തീർന്നു പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം വേണ്ടിയിട്ട് എടുത്തു. പിന്നെ പൊടി ഐറ്റംസ് നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും കുറച്ചൊക്കെ പൈസയ്ക്ക് കുറവുണ്ട്, എന്നാലും തീർത്തും അങ്ങ് കുറവില്ല കേട്ടോന്നേ. പിന്നെ എല്ലാത്തേക്കൂട്ടും ഓരോ പാക്കറ്റ് എടുത്തു. മുളക് പൊടി എടുത്തു, മല്ലിപ്പൊടി എടുത്തു, അങ്ങനെ ഓരോരോ പാക്കറ്റ് എല്ലാം കൂടി എടുത്തു. പിന്നെ എനിക്കിവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും എനിക്കിങ്ങനെ എടുത്ത് നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെപ്പോലെ തന്നെയാണ് കേട്ടോ പൊന്നാപ്പിക്കും. അവളിങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഓരോരോ സാധനങ്ങൾ എടുത്ത് നോക്കുകയും വെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഒന്നും നശിപ്പിക്കുന്ന സ്വഭാവമൊന്നുമില്ല, പക്ഷേ എല്ലാം അവൾക്ക് എടുത്ത് കാണണം അങ്ങനെ. പിന്നെ എരിവുള്ളൊരു മുളക് പൊടിയുടെ പാക്കറ്റ് എടുത്തു, 27 രൂപയുടെ. പിന്നെ ചേട്ടായി അപ്പത്തേനും അപ്പുറത്തുനിന്ന് പയർ, ചെറുപയർ, ഈ പരിപ്പും ഈ വൻപയറൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച് ഇരിപ്പുണ്ട് കേട്ടോന്നേ. അപ്പോൾ ചെറുപയർ മാത്രം മതിയെന്ന് പറഞ്ഞപ്പോൾ ചെറുപയർ ഞങ്ങൾ കഞ്ഞിയും പയറും ഒക്കെ ഇടയ്ക്ക് വെക്കാറുണ്ട്. അപ്പോൾ ചെറുപയർ വേണമെന്നുള്ളതുകൊണ്ട് ചെറുപയർ എടുത്തു. വേറെ ഈ സെക്ഷനിൽ നിന്ന് അങ്ങനെ എടുത്തെന്ന് പറയാം. പിന്നെ കടുക് എടുത്തോട്ട് വേറെ ഒന്നും എടുത്തില്ല. പിന്നെ അപ്പുറത്തെ സെക്ഷനിലോട്ട് പോവുകയാണ്. അപ്പുറത്തെ സെക്ഷനിലാണ് ചായപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. പിന്നെ അപ്പുറത്തെ സെക്ഷനിൽ നിന്ന് സോപ്പ് പൊടി എടുത്തു കേട്ടോ. സോപ്പ് പൊടി ഞാൻ എപ്പോഴും ഉജാലയുടെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിത് മതി കേട്ടോ. ഇതും ഒരു 2 സോപ്പ് പൊടി ഉണ്ടെങ്കിൽ എനിക്ക് ഒരു മാസം പോകാം. പക്ഷേ ഞാനങ്ങനെ സോപ്പ് ഇങ്ങനെ മേടിക്കാറില്ലാത്തായിരുന്നു കേട്ടോ. വീട്ടിൽ അമ്മ സപ്ലൈകോയിൽ പോകുമ്പം ഞങ്ങൾക്ക് സോപ്പ് ഇങ്ങനെ ഒരുമിച്ച് മേടിക്കും. അപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എടുത്തുകൊണ്ട് വരും. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, മക്കളൊക്കെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ കൈ നിറച്ച് സാധനങ്ങളായിട്ടല്ലേ തിരിച്ച് വരുന്നത്. അപ്പോൾ സപ്ലൈകോയിൽ നിന്ന് എന്ത് കൊണ്ടുവന്നാലും അമ്മ മേടിക്കുന്ന ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസമായിരിക്കും ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ഉഴുന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മിക്കതും ഞാനിങ്ങനെ എടുത്തുകൊണ്ട് പോരും കേട്ടോ. ചില സമയത്ത് വെളിച്ചെണ്ണ വരെ എടുത്തുകൊണ്ട് പോരും. അപ്പം അങ്ങനെ. അപ്പോൾ പിന്നെ സോപ്പ് നോക്കുകയാണ്, കുളിക്കുന്ന സോപ്പിനൊക്കെ നല്ല വിലയാണ് കേട്ടോ. പിന്നെ ഇവർ കോംബോ എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട്, എന്നാലും അത്യാവശ്യം നല്ല വിലയാണ് കേട്ടോ. പിന്നെ അവസാനം സന്തൂർ എടുക്കാൻ തീരുമാനിച്ച് സന്തൂറിൽ ഫിക്സ് ചെയ്തു. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. 800 സംതിങ് പൈസയുടെ സാധനങ്ങളെ എടുത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് മുടി വെട്ടാൻ വേണ്ടി കടയിൽ വന്നപ്പോഴത്തേക്കിന് ആ ചേട്ടൻ അപ്പുറത്ത് ചായ കുടിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ മുഖമൊക്കെ ആകെ ഡള്ളായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇത് ഷോർട്സിന് വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. അത് ഈ കൂടെ ആഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ വീഡിയോയ്ക്ക് ഒട്ടും ലിങ്ക് കാണത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതും കൂടെ ആ വീഡിയോയിൽ ആഡ് ചെയ്യുവാണ് കേട്ടോ. പിന്നെ മുടിയൊക്കെ വെട്ടി തുടങ്ങി. ഈ പ്രാവശ്യം മുടിയൊക്കെ വെട്ടാൻ നേരത്ത് വീഡിയോ ഒന്നും വെച്ച് കൊടുക്കേണ്ടി വന്നില്ല. ആൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു മുടിയൊക്കെ വെട്ടാനാണ്. ഇല്ലെങ്കിൽ ചില സമയത്തൊക്കെ വീഡിയോ ഒക്കെ വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. ആളെന്നായാലും മര്യാദയ്ക്കിരുന്നു. പിന്നെ ഈ മുടിയൊക്കെ മേത്തോട്ട് വീഴുന്നതും ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ പുള്ളിക്കാരത്തിക്ക്. പിന്നെ ഫ്രണ്ടിൽ മിറർ ഉള്ളതുകൊണ്ട് അതിനകത്തൊക്കെ നോക്കി മര്യാദയ്ക്ക് ഇരുന്നു. അവസാനം ആൾ സുന്ദരി കുട്ടപ്പി ആയിട്ടുണ്ട്. പണ്ടത്തെ ദേവുട്ടിയുടെ മുഖം ഇതാണ് കേട്ടോ, അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ഹെയർ ബാൻഡ് മസ്റ്റാണ് കേട്ടോ ഞങ്ങളുടെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഹെയർ ബാൻഡൊക്കെ എടുത്ത് തലയിൽ വെച്ചു. പിന്നെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം കേട്ടോ. അപ്പോൾ ഞാനത് വായിച്ച പൈസ കൊടുക്കട്ടെ എന്നൊക്കെ അവളോട് പറഞ്ഞു. പിന്നെ അപ്പോഴത്തേനും മഴക്കാറിങ്ങനെ മൂടി വന്നായിരുന്നു കേട്ടോ. പക്ഷെ ആ മഴ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോയി ഗൈസ്. 2 ദിവസം അടുപ്പിച്ച് മഴയായിരുന്നു, അതുകൊണ്ടായിരിക്കും ഇന്ന് പെയ്യാതിരുന്നത് ആവോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മെയിൻ കടയിൽ വന്നു. ഞങ്ങൾ എപ്പോഴും കയറാറുള്ള കടയിൽ അവിടെ വന്നപ്പോഴത്തേനും അവൾക്കൊരു ബുക്കും മേടിച്ചു കൊടുത്തു, ഒരു സ്കെച്ച് പെനും മേടിച്ചു കൊടുത്തു. പിന്നെ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ കെട്ടിയവന് പായസം കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അവിടുന്ന് ആ സപ്ലൈകോയിൽ കയറിയപ്പോൾ തൊട്ട് എൻ്റെ അടുത്ത് പായസം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇതന്നെ പായസക്കൊതി പറയുന്നതെന്ന്. എന്താണ് എന്തോ ആകലകം സാബല്യം ആക്കാൻ വേണ്ടിയിട്ട് സേമിയയുടെ കിറ്റ് മേടിച്ചുകൊണ്ട് വന്നു. ഒരു പാക്കറ്റ് പാലും മേടിച്ചു. സേമിയയുടെ കിറ്റ് മൊത്തം എടുത്തില്ല കേട്ടോ. ഇടയ്ക്ക് വല്ലതും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ, അതുകൊണ്ട് കുറച്ചേ എടുത്തുള്ളൂ. അവസാനം ഒരു തട്ടിക്കൂട്ട് പായസമാണ് കേട്ടോ. നമ്മൾ കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ അല്ലാണ്ട് മേടിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് പായസമൊക്കെ സെറ്റാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മുടി അപ്പടിയെന്ന് പറഞ്ഞ പോലെ പോയി കേട്ടോ. കാരണം ഞാനിപ്പോൾ ഒട്ടും മുടി കയറിയെന്നില്ല, അതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് പോയി. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് മുടി പോയത്. പിന്നെ ഞാൻ ഇപ്പം കുഞ്ഞ് കിടന്ന് നോക്കിയത് എൻ്റെ ലിപ്സ്റ്റിക്ക് പോയോന്നാണ്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇട്ടുകൊണ്ട് പോയ ലിപ്സ്റ്റിക്കാണ് കടയിലോട്ട് പോയപ്പം. അപ്പോൾ അത് പോയോന്നാണ് ഞാൻ ഈ കുഞ്ഞ് കിടന്ന് നോക്കിയത്. പിന്നെ മുടിയൊക്കെ കെട്ടി വെക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും എന്താ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും മുടിയൊക്കെ ഇങ്ങനെ പിന്നിയിട്ട് മടക്കി കെട്ടിയാണ് കേട്ടോ കിടക്കുകയുള്ളൂ.
ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം, പാത്രം കഴുകാനുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഫുള്ള് വോയിസ് ഓവർ തന്നെ കൊടുക്കുകയാണ് കേട്ടോ. കാരണം TV വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വേറൊരു രക്ഷയില്ല വോയിസ് ഓവർ കൊടുക്കാതെ. അപ്പോഴത്തെ ചോറും കറികളൊക്കെ നമുക്ക് കറക്റ്റ് വൈകുന്നേരത്തേനും ഉള്ളത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു ഇച്ചിരി ചോറ് ബാക്കി വന്നിട്ടുണ്ട്, അത് ഞാനെടുത്ത് രാവിലത്തേന് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നും രാവിലത്തെ കാര്യങ്ങളല്ലേ കാണിക്കുന്നത്, അപ്പോൾ ഒരു ബോറിങ് ആവത്തില്ലേ. അപ്പോൾ വൈകുന്നേരത്തെ കാര്യം കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ വൈകുന്നേരം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും പ്രത്യേകത എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നിപ്പോൾ പ്രത്യേകതയായിട്ട് പായസം ഉണ്ടാക്കി, വേറൊന്നുമില്ല പ്രത്യേകത എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റ് സെയിം പരിപാടി തന്നെ, തുണികളൊക്കെ, പാത്രം തേച്ചാൽ, വീട് വൃത്തിയാക്കൽ, കറി വെക്കൽ, ചോറ് വെക്കൽ, ഇതൊക്കെ തന്നെ പരിപാടി. വേറൊന്നുമില്ല കേട്ടോ. അമ്മമാരുടെ മെയിൻ പരിപാടി ഇതാണല്ലോ. വീട്ടിലിരിക്കുന്ന അമ്മമാരെന്നല്ല, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ മെയിൻ പണി ഇതാണല്ലോ. രാവിലെ എഴുന്നേൽക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, പാത്രം കഴുകുക, റെസ്റ്റ് അവർക്കില്ലല്ലോ. എപ്പോഴും അവർക്ക് ഈ അടുക്കളയിൽ നിന്നല്ലേ അവരുടെ ലോകം. ഈ 4 ചുവരിൻ്റെ ഇടയ്ക്ക് അവരിരുന്ന് പണിയെടുക്കുന്നു. പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കി പുറത്ത് ജോലിക്ക് പോകുന്നവരുണ്ട് കേട്ടോ. അവർ എല്ലാ കാര്യങ്ങളും ഓടിക്കുന്നവരുണ്ട്. അവരുടെ കാര്യം അല്ലാട്ടോ പറഞ്ഞു, ഞാൻ എന്നെപ്പോലുള്ളവരുടെ കാര്യം പറഞ്ഞു. പിന്നെ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു ഗൈസ്. ഞാൻ പക്ഷേ ഇന്ന് പകലത് പഠിച്ചു. അതുകൊണ്ട് തന്നെ രാത്രി പഠിക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. ഒന്നുകൂടെ എടുത്ത് നോക്കണം എന്നൊക്കെ ഓർത്തായിരുന്നു, പക്ഷേ നടന്നില്ല. പിന്നെ പായസം ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോൾ ഇച്ചിരി പായസം കഴിക്കാമെന്നൊക്കെ ഓർത്ത് അവളോട് ഇച്ചിരി കോരി തരാമോ എന്ന് ചോദിച്ചു. അവൾ പക്ഷേ ആദ്യം കുറേ എന്നെ പറ്റിച്ചു കേട്ടോ. അവൾ തന്നെയൊക്കെ കുടിച്ചു. ഞാൻ പക്ഷേ കൊതിയും വിട്ട് നോക്കിയിരുന്നു. എനിക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുവച്ച പായസമാണ്, അത് അവളെടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും അതല്ലേലും അങ്ങനെയാണല്ലോ, ആർക്കെങ്കിലും എന്തെങ്കിലും എടുത്തു കഴിയുമ്പോഴത്തേനും അത് എല്ലാവർക്കും ആവശ്യമായിരിക്കും ഒരുമിച്ച്. പിന്നെ സേമിയ കൂട്ടി എനിക്കൊരു തന്നു കേട്ടോ. പിന്നെ അവസാനം അതൊക്കെ കുടിച്ച് ഞങ്ങൾ കിടന്നുറങ്ങിയേ. ടാറ്റാ.